ഇന്നത്തേത് ചെറിയൊരു വ്ളോഗാണ് കേട്ടോ. രാവിലെ തന്നെ അഫീനെ പറഞ്ഞു വിടാനുള്ള തിരക്കിലാണ്. അപ്പോൾ അവന് രാവിലെ കഴിക്കാൻ കൊടുത്തു വിടുന്നത് തണ്ണിമത്തങ്ങയാണ് കേട്ടോ. അത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ രാവിലെ നമ്മൾ ചായക്ക് ഉണ്ടാക്കി ദോശ ചമ്മന്തി മതി എന്ന് പറഞ്ഞു അവൻ ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതും എടുത്ത് വെച്ച് കൊടുത്തു. പിന്നെ ഇക്ക കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോഴാണ് ആൾ ടാഗ് മറന്നു പോയത്. അങ്ങനെ പിന്നെ കഴുത്തിലിട്ട് കൊടുത്തു കേട്ടോ. പിന്നെ ഞാൻ ബാഗിൽ ഇട്ട് കൊടുക്കും. അതെന്താണെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് മറന്നു പോയാലും അവിടെ എത്തിയിട്ടാണെങ്കിലും എടുത്ത് ഇടാമല്ലോ. അപ്പോൾ ഇത് ഉമ്മിച്ച് നല്ല അടിക്കപ്പുറക്കും പണിയാണ്. ആവശ്യമില്ലാത്ത പേപ്പറും കൂടൊക്കെ എടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ദോശ ചമ്മന്തിയാക്കി കഴിച്ചു. ഇന്നിപ്പോൾ ഒന്ന് രണ്ട് പരിപാടികളൊക്കെ ഉണ്ട്. ആദ്യം തന്നെ ഉടുമ്പന്നൂർ വരെ ഒന്ന് പോകാമെന്ന് വെച്ചു. അപ്പോൾ ഇറങ്ങിയപ്പോഴാണെങ്കിൽ അപ്പുറത്തെ വീട്ടിലെ പേരൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇക്കത് പറിച്ചെടുക്കുന്നുണ്ട്. എന്തായാലും കിളികുത്തി പോവുള്ളൂ, അപ്പോൾ പറിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറിച്ചതാണ്. ഒന്ന് രണ്ടെണ്ണം നല്ലതായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ ഇതേ പാറേക്കവല സ്കൂളിൽ വന്നതാണ്. ഉമ്മായും ഉപ്പായും കല്യാണം കൂടാൻ വേണ്ടിയിട്ട് മാത്രമല്ല, സ്കൂൾ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് വന്നത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊന്ന് അന്വേഷിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വന്നതാണ്. ഞാൻ പഠിച്ച സ്കൂളാണ് കേട്ടോ. അപ്പോൾ അതിനുശേഷം ഈ ഒരു സ്കൂളിലാണ് വന്നത്. ഇവിടെ നിന്ന് ഉമ്മച്ചിയുടെ സ്കൂൾ സർട്ടിഫിക്കറ്റിനെ കുറിച്ചിട്ടും ചോദിക്കാനുണ്ടായിരുന്നു. അങ്ങനെ അതും അന്വേഷിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നു. പിന്നെ ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിത് എല്ലാവരും കൂടിയിട്ട് പോവുകയാണ്. ഇതിപ്പം മറ്റുമ്മിച്ചിനെ നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ്. അതിനിടയ്ക്ക് നമ്മളിത് അഫീനെ സ്കൂളിൽ നിന്ന് അവൻ്റെ ക്ലാസ് കഴിയാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അവനെ സ്കൂളിൽ നിന്ന് വിളിച്ചു. അല്ലെങ്കിൽ പിന്നെ എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടിട്ട് അവൻ സ്കൂൾ വിട്ട് പോകുമ്പോഴത്തേക്കും വിളിക്കാൻ ആരുമില്ല. അതുകൊണ്ട് അവനെ കൈയോടെ വിളിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കാരിക്കോട് ഹോസ്പിറ്റലിൽ എത്തി. മറ്റുമിച്ചിക്ക് കണ്ണിൻ്റെ ഒരു ഓപ്പറേഷന് വേണ്ടിയിട്ട് പോയപ്പോൾ അതിൻ്റെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്തപ്പോൾ ബ്ലഡ് ഭയങ്കര കുറവാണെന്ന് കണ്ടു. അപ്പോൾ ബ്ലഡ് കയറ്റാതെ ഇനിയിപ്പം ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ബ്ലഡ് കയറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ അഡ്മിറ്റ് ആവാൻ വന്നിരിക്കുന്നത്. ഒരു 3-4 ദിവസം കിടക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. ഭയങ്കരമായിട്ട് കുറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ എന്തായാലും അവർ ഓപ്പറേഷൻ ചെയ്യാൻ സമ്മതിക്കില്ലല്ലോ. അപ്പോൾ പിന്നെ ഇനി ബ്ലഡൊക്കെ ഓക്കെ ആയി കഴിഞ്ഞതിന് ശേഷം ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോകാൻ പറഞ്ഞു. അപ്പോൾ ഉമ്മച്ചിയാണ് അവിടെ കൂടെ നിൽക്കുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ അവരെ ആക്കിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് വന്നു കേട്ടോ.